ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വീക്ക് ഡേയിലെ മോർണിംഗിലെ കുക്കിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. ലഞ്ചും റെഡിയാക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ഒരു രാവിലെ 7 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിയാൽ മതി ശ്രീഹരിക്ക്. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരിയാണ് ഇടാൻ പോകുന്നത്. അരിയെല്ലാം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അരി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ചോറും കൂട്ടാനും നമുക്ക് ഉണ്ടാക്കണം. പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ചോറ് വെച്ചു. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ ഇങ്ങനത്തെ വീക്ക് ഡേയ്സിലെ മോർണിംഗ് കുക്കിംഗ് കാണിച്ചിരിക്കുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തലേ ദിവസം തന്നെ കൂട്ടാനുള്ളതെല്ലാം അരിഞ്ഞു വെക്കും. അപ്പോൾ എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ്. അപ്പം ഞാൻ ഏത്തയ്ക്കാന്ന് വെച്ചാൽ പടറ്റിക്ക അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്, അതുമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അരി വെച്ച് കഴിഞ്ഞ് ചായയും കൂടി ഇട്ടു, പാലും തിളപ്പിച്ചു വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചായ ഇട്ടു. അപ്പം തോരനും ഉണ്ടാക്കുന്നുണ്ട്, വെണ്ടയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തലേ ദിവസം രാത്രി കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തു, ഇങ്ങനെ വരട്ടി ഇങ്ങനെ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പം അത് ഇരിപ്പുണ്ട് ശാല. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ റെഡിയാക്കി അതും കൂടെ കൊടുത്തു വിടും. അപ്പം വെണ്ടയ്ക്ക പുളിശ്ശേരിയും തോരനും ആ ഒരു ചിക്കൻ ഫ്രൈയും ആണ് ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ തോരന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇവിടെ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേറൊന്നും ചേർക്കാറില്ല. പിന്നെ കുറച്ച് തേങ്ങ തിരുമിയതും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടി തോരൻ അങ്ങനെ ചേർക്കാറില്ല. പച്ചമുളകിൻ്റെ എരിവാണ്. അപ്പം എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ് ഞാൻ ചേർക്കാറുള്ളത്. തോരന് ഞാൻ അങ്ങനെ മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് മുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കടുക് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് തേങ്ങായും കൂടെ തിരുമിയത് ചേർത്ത് കൊടുക്കണം. ഞാനത് ഇങ്ങനെ വെന്തിട്ട് തേങ്ങ ചേർത്ത് അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ തേങ്ങ ചേർക്കുകയാണ്. കാരണം നമ്മളിത് ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടുന്നതല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് വേകുന്നതല്ല, അല്ലെങ്കിൽ ചിലപ്പം അറിയത്തില്ല. ചിലപ്പം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനെ ചീത്തയാവത്തൊന്നുമില്ല. എന്തായിരുന്നു, കുറച്ച് അങ്ങനെ നാട്ടിലെ പോലെ അത്രയും ചൂടൊന്നുമില്ലല്ലോ. അപ്പം അത്രയും അങ്ങനെ ചീത്തയാവത്തൊന്നുമില്ല. എന്നാലും ഞാൻ അങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ കുറച്ച് വേവിക്കും. അപ്പോൾ ഞാൻ തേങ്ങയും കൂടെ ചേർത്ത് അങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് വെണ്ടയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചീനച്ചട്ടി എടുത്ത് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ആ എണ്ണ തന്നെ പിന്നെ കടുക് വറക്കാൻ എന്തായാലും ബാക്കി ശകലം കാണും, കടുക് വറക്കാനും യൂസ് ചെയ്താൽ മതി. അപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ ഞാൻ തലേദിവസം രാത്രിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ആക്ച്വലി മറന്നുപോയി ഒരു കാര്യം, ഇതിനകത്ത് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ഉപ്പിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അവസാനം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് അതങ്ങനെ ചേർക്കാൻ മറന്നുപോയി. ഞാൻ പിന്നെ പുളിശ്ശേരിക്കകത്താണ് ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം നമ്മുടെ തോരൻ ഇപ്പം കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി അങ്ങിട്ട് വേവിക്കേണ്ട, ഇനി അങ്ങ് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഈ പടറ്റിക്കായാണെങ്കിൽ പെട്ടെന്ന് വേകുകയും ചെയ്യുന്നതാണ്. അപ്പം തോരൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക കണ്ടോ ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പക്ഷേ അതങ്ങ് ആ തിരക്കിനിടയിൽ അങ്ങ് വിട്ടുപോകും. കാരണം വീക്ക് ഡേയ്സിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പം നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. വീഡിയോയും കൂടെ എടുക്കുമ്പം കുറേ ലേറ്റ് ആകും. അതുകൊണ്ട് ഞാൻ കഴിവതും എനിക്കൊരു മൂഡുള്ള സമയത്ത് മാത്രമേ ഞാൻ വീക്ക് ഡേയ്സിൽ ഇങ്ങനെ ലഞ്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ വീഡിയോ എടുക്കാറുള്ളൂ. ഞാൻ ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോസ് 2-3 എണ്ണമൊക്കെ ഇട്ടിട്ടുള്ളൂ. കാരണം അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയായതുകൊണ്ട് ഞാൻ അധികം മുതിരാറില്ല. എളുപ്പം ഇതൊക്കെ റെഡിയാക്കി കൊടുക്കണ്ടേ.
അപ്പോൾ അടുത്തത് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. കടുക്, മുളക്, കറിവേപ്പില, നമ്മുടെ ഉലുവ, ജീരകം ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ കടു വറുത്തെടുത്തു. എന്നിട്ട് നമ്മുടെ അടിച്ച് വെച്ചിരിക്കുന്ന തൈര്, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന അടിച്ച് വെച്ചിരിക്കുന്ന തൈരോ അല്ലെങ്കിൽ മോരോ എന്തെങ്കിലും ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്താലും മതി. അതിനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം രാവിലെ ഈ തിരക്കിനിടെ ഞാനതങ്ങ് വിട്ടുപോയി. ഞാൻ പിന്നെ ഓർത്തത്. അപ്പം നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ ഒരു പൊടി കട്ട പിടിക്കാതെ എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഒത്തിരി അങ്ങ് ഒരു ബബിൾസ് ഒന്നും വരണ്ട. അത് ശാലം ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്തത്, അതും ചേർത്താൽ നല്ലതാണ്. ഒരു നുള്ള് ചേർത്താൽ മതി, കാരണം ഉലുവ ഓൾറെഡി ഇട്ട് കടു വറുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായാൽ മതി, തിളച്ചു പോവല്ലേ. ആ ഒരു മോരിനൊരു ചൂട് വന്നാൽ മാത്രം മതി. അപ്പം നമുക്കത് മാറ്റി വെക്കാം, നമ്മുടെ വെണ്ടയ്ക്ക പുളിശ്ശേരി. പിന്നെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തോരനും ഇവിടെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഗോതമ്പ് ദോശയ്ക്ക് ഗോതമ്പും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം കട്ട പിടിക്കാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കട്ട പിടിക്കാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്താലും മതി. വിസ്ക് ഉള്ളപ്പം അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അധികം പിന്നെ ഇനി മിക്സി കഴുകുക എന്നുള്ളത് വളരെ വലിയൊരു ജോലിയാണ്, ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കലക്കി ഗോതമ്പ് ദോശ ചുട്ടെടുക്കുക. പിന്നെ തേങ്ങാ ചമ്മന്തി, സാധാരണ തേങ്ങാ ചമ്മന്തിയാണ്, ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ചേർത്ത് നോർമൽ തേങ്ങാ ചമ്മന്തി. അപ്പം ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇനിയും ഞാൻ ലഞ്ച് പാക്ക് ചെയ്യാണ്. ലഞ്ചിന് നമ്മുടെ പുളിശ്ശേരിയും കാത്തോരനും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാനൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ പോലെ വളരെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അതും ശകലം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാത്തോരന്, പിന്നെ ആ ചിക്കൻ ഫ്രൈ, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പുളിശ്ശേരി. അത് ഒരു നല്ല പുളിശ്ശേരിയാണ്, വെണ്ടയ്ക്ക പുളിശ്ശേരി. ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. അപ്പം അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയൊന്നുമില്ല. പിന്നെ കുറച്ച് അച്ചാർ ഇരിപ്പുണ്ട്. അച്ചാർ ആക്ച്വലി തീർന്നു, ഇന്നത്തേക്കും കൂടെ ഉള്ളു, ഇനി ഇട്ടണം. മാങ്ങ അച്ചാറും കൂടി ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.